எதுக்காக அர்ஜென்ட்டா என்ன பார்க்கணும்னு சொன்ன? என்ன പണ്ടിതേ കൈകൊണ്ട് എനിക്ക് തന്നതാ. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സമ്പാദ്യം എന്റെ പേർക്ക് എഴുതി വെച്ചതിന്റെ പ്രമാണം. 6 കൊല്ലം സ്വന്തം മകന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണിത്. ഇതിന്റെ പേരിലാണ് ആ ചോരയിലുണ്ടായ മക്കൾക്ക് എന്നോട് ശത്രുതയെങ്കിൽ അതിങ്ങനെ അങ്ങ് തീരട്ടെ. எதுக்காக என்ன இவ்வளவு தூரம் கூப்பிட்டு இதையெல்லாம் சொல்லிட்டு இருக்கு? அவரிப்போ ജയിലിലായിരുന്നു ഇന്നലെ വരെ. 5 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഇത് തിരിച്ചു കൊടുക്കാൻ നല്ലത് ശർമാജി തന്നെയാണെന്ന് എനിക്ക് തോന്നി. நன்னாய். உன் நல்ல மனசுக்கு நீ எவ்வளவோ சம்பாதிச்சிட்ட. இந்த சொத்துக்காக அவங்களுக்கு உன் மேல இருக்கிற பகை முடியுதுன்னா அது முடியட்டும். போறேன். என்னடா நினைச்ச? வாழ்க்கை பூரா எங்களை கம்பிக்கு பின்னாடி ஜெயிலே வச்சிடலான்னு நினைச்சியா? தெரியல, சொல்றேன். நான் அன்வர் அலி. உன் பழைய பாஸ் ஹாஃபிஸ் அலி இப்ராஹிமோட ரத்தத்துல பிறந்த அந்த 3 பசங்கள்ல சின்ன தம்பி. சின்ன தம்பி என்கிட்டயே சொல்ற? ஏன் தம்பி இப்படி எல்லாம் பேசிட்டு இருக்க? நான் உங்களை பார்க்கத்தான் வந்துட்டு இருக்கேன். நாங்களும் உன்னை பார்க்க தான் வந்துட்டு இருக்கோம், வேற எதுக்கும் இல்ல. நாங்க வீட்டுல போய் படுக்கிறது முன்னாடி உன்னை தெக்க வடக்க பார்த்து படுக்க வச்சு உன் தலைக்கு மேல ஒரு விளக்க வச்சு உன்னை நிரந்தரமா தூங்க வைக்க போறோம். தாலாட்டு பாடலாமா? என்ன ஒண்ணும் பண்ணிடாத. நான் நியாயத்துக்காக தான் வாதாடிட்டு இருக்கேன். உங்க சொத்தை எல்லாம் நீ சொல்றது கேட்கறதுக்கு நாங்க தயாரல்ல. இனிமே நீ நியாயம் பேசுறதுக்கு உன் நாக்கு இல்ல, உன் கோர வழியே இருக்காது. നന്ദ, എവിടെ ഉണ്ടാവുമാര്? ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോയെന്ന് അറിഞ്ഞത്. ഭായ്, അൻവർ, രാവിലെ വിളിച്ച അഫ്ഗാനിയാ. നീ ആ ഫോണൊന്നും എടുക്ക്. हेलो, अस्सलाम वालेकुम भाईजान. बस सब आपकी दुआ से खैरियत है? हाँ जी, बिल्कुल मिल सकते हैं इंशाल्लाह. खुदा हाफिज. ഇന്ന് വൈകിട്ട് അവരെ ഡെസേർട്ട് ക്യാമ്പിൽ കാണാമെന്ന്. ഇത് നടന്നാൽ 40 കോടി രൂപയാ. പക്ഷെ പൈസയുടേതല്ല. 5 കൊല്ലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഹാഫിസ് അലിയുടെ മക്കൾ കളി മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്.
ഇതന്നെ ആണോടാ സ്ഥലം? ഇത് തന്നെ ബലേസ ഡെസേർട്ട് ക്യാമ്പ്. ഇത് പൂട്ടിക്കിടക്കാണല്ലോ. നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. റേഞ്ചും കാണിക്കുന്നില്ല. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്റെയൊക്കെ ഒടുക്കത്തെ കൂട്ടുകച്ചവടത്തിന്. പണക്കൊതി മൂത്ത് ആദ്യം സ്വന്തം തന്റെ, പിന്നെ എത്രയോ പാവങ്ങളെ, ഒടുവിൽ നിന്റെയൊക്കെ ആർത്തി തീർക്കാൻ പണ്ട് എനിക്ക് സമ്മാനമായി കിട്ടിയ ഈ സ്നേഹസമ്പാദ്യം തിരിച്ചു തരാൻ വന്ന ആ പാവ മനുഷ്യനെ പറഞ്ഞു തീരും മുമ്പേ ചങ്കർത്ത് കളഞ്ഞല്ലടാ നല്ല തന്തയ്ക്ക് പറഞ്ഞ നായിന്റെ മക്കളെ. ഹലോ മേനോൻ സർ. മിസ്റ്റർ അലക്സ്, മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സുമായി ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ഞാൻ പറഞ്ഞ ഡെഡ് ലൈനിലേക്ക് ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് ചെയ്ത 30 കോടി രൂപ റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ പോലും നമ്മുടെ കമ്പനിക്കില്ല. ദാറ്റ് മീൻസ് ആ പണം നിങ്ങൾക്ക് നഷ്ടമാവും. ഐ നോ മേനോൻ സർ. അറ്റ് എനി റിസ്ക് ഞാനത് ചെയ്തിരിക്കും.
ഇപ്പോഴല്ലേ പിടികിട്ടിയത്. എന്റെ മുറിയിൽ നിന്ന് സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ അടിച്ചു മാറ്റുന്നത് കത്രീനാമച്ചി എന്ന് പറയുന്ന ഈ കള്ളത്തിയാണെന്ന്. നീ അതിങ്ങോട്ട് തട. ഇതെന്നാ നീലന്റെ സൃഷ്ടി വായിച്ചൊരൽപ്പം സെന്റിമെന്റലായ മട്ടുണ്ടല്ലോ. ആരാധന തോന്നുന്നുണ്ടോ എന്റെ അമ്മച്ചിക്ക് ഈ സൃഷ്ടാവിനോട്? എന്നതാന്നറിയില്ല, അമ്മച്ചിയുടെ ജീവിതം അങ്ങനെങ്ങ് വരച്ചു വെച്ചതുപോലുണ്ട്. അതുകൊണ്ടല്ലേ കൊച്ചുകുഞ്ഞിത് മേടിച്ച് കൈ വെച്ചിരിക്കുന്നത്. പണ്ട് നാട് വിട്ട് അലഞ്ഞപ്പോ ഏതോ ഒരു പാതിരാത്രിയിൽ കണ്ടുമുട്ടിയതായി എഴുത്തുകാരന്. പിന്നെ പിന്നെ ഇറങ്ങുന്ന പുതിയ സൃഷ്ടികളെല്ലാം മുടങ്ങാതിങ് എത്തിച്ചേരും. അത് പോട്ടെ, ഈ അമ്മായിമാരെന്നാത്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? അത് അമ്മായിമാര് തന്നെ പറയാം. ഇവിടെ നിപ്പുണ്ടായിരുന്നോ? നിന്നല്ലേ പറ്റത്തുള്ളൂ മോനെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലല്ലോ. അയ്യോ, അതെന്നാ പറ്റി? കാര്യക്കാരെ കാരണവന്മാരൊക്കെ കൂടെ കാശിയിലോട്ട് വിട്ടോ? ഓ, തുടങ്ങി അവന്റെ ഒരു തമാശ. എടാ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നിന്നെ പെറ്റിട്ടതേ ദേ ഈ കയ്യിലോട്ടാ. ആഹാ, അപ്പൊ എന്റെ ഈ നിൽക്കുന്ന പൊന്നാരെ അമ്മായി പണ്ടൊക്കെ വടക്കം വീട്ടിലെ വയറ്റാട്ടിയായിരുന്നോ? എടാ, നീ വെറുതെ തോക്കി കയറി വെടിവെക്കാൻ നിൽക്കാതെ അമ്മായിമാർക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാ കേക്ക്. പറഞ്ഞോളൂ അമ്മായി, ഇനിയും പറഞ്ഞോളൂ. എന്ത് വേണേ കേക്കാൻ ഞാൻ റെഡിയാണ്. വളച്ചു കെട്ടില്ലാതെ ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. എടാ കൊച്ചേ, ഓ, അന്ന് അമ്മാവന്മാരായിട്ട് കൊച്ചുങ്ങളെല്ലാം വിളിച്ചു വരുത്തിയേച്ച് അങ്ങോട്ട് പറഞ്ഞതാ അവരവർക്കുള്ളത് അങ്ങ് വീതിച്ച് തന്നേക്കാന്ന്. അത് വെച്ച് അവരേതാണ്ടൊക്കെ മനക്കണക്ക് കൂട്ടിയിരിക്കുവോ? ഇതിപ്പോ പുറമേക്കാര് കേട്ട എന്നതാ പറയാ? വിളിച്ചു വരുത്തി ഇലയിട്ടേച്ച് ചോറില്ലാന്ന് പറഞ്ഞ പോലെ ആയിന്നല്ലേ അല്ലേ? അങ്ങനെ അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടെ ഇപ്പൊ എല്ലാരും ഇലയും ഇട്ട് ഉണ്ണാനിരിക്കുകയാണെന്ന് അർത്ഥം. അമ്മായിമാര് പറഞ്ഞാട്ടെ, ആ ഇലയിലോട്ട് ഞാൻ എന്നതാ വിളമ്പേണ്ടത്? പുളിശ്ശേരി വിളമ്പണോ അതോ പുളി ഇഞ്ചി വിളമ്പണോ? നീ നല്ല കൊച്ചായിട്ട് നിന്ന് അതിലേക്ക് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അത്രേ ഉള്ളോ? ഞാൻ എപ്പോഴേ റെഡി. ദാ ഇപ്പൊ ഈ നിന്ന നിപ്പിൽ ഒപ്പിട്ട് തരാൻ കൊച്ചുകുഞ്ഞ് റെഡിയാ. മാതാവാണ് സത്യം. മാതാവോ? മലയാറ്റൂർ മല മുത്തപ്പനാണേ സത്യം. എന്നാ തുടങ്ങല്ലേ? ആയിക്കോട്ടെ. വക്കീലേ, വായിക്കാൻ വരട്ടെ. കൊച്ചുകുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. എടാ വൃത്തികെട്ടവരെ, ആരാധിക്കാൻ ഒരു വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാനും സ്നേഹിക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റവാക്കി പറഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാകില്ല എന്ന് തോന്നിയത് കൊണ്ടാ സകല പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങൾക്ക് കനം കൂടി പോയത്. എന്തിനധികം പറയണം? കാൾ മാർക്സ് ദാറ്റ്സ് ക്യാപിറ്റൽ എഴുതിയപ്പോഴും ഗ്രന്ഥത്തിന് കനം കൂടി പോയത് അതുകൊണ്ട് തന്നെയാ. അരേ വാ, ചുമ്മാതാണോ വടക്കൻ വീട്ടിലെ അമ്മാവന്മാരി താന്തോന്നിയുടെ നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നത്? വിത്ത് ഇതല്ലേ? വടക്കം വീട്. ഹലോ എടാ, നീ ഇത് എവിടെയാ? കുഞ്ഞമ്മാവ, ഞാൻ ഇവിടെ ഗുണ്ടൽപേട്ട്. നമ്മള് തുടങ്ങാൻ പോകുന്ന പൊട്ടറ്റോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ജർമ്മനിയിൽ നിന്ന് സായിപ്പ് ഇന്ന് വെളുപ്പിനല്ലേ ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത പാടെ സായിപ്പ് എന്നെ വിളിച്ച് ചോദിച്ചു, ഹലോ മിസ്റ്റർ കച്ചോഞ്ഞ്, ക്യാൻ വി മീറ്റ് ടുഡേ എന്ന്. ഞാൻ പറഞ്ഞു, പിന്നെന്താ സായിപ്പ് എന്ന്. അങ്ങനെ വന്നതാ. നീ എന്നെ പണിയായി കാണിച്ചത്. ഇനിയും കുഞ്ഞമ്മാവന് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ സായിപ്പിന് ഫോൺ കൊടുക്കാം. Good evening, Mr. Thangajan, and I'm Squabby. Yes, but സായിപ്പേ, no. ഇങ്ങോട്ട് താ. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞമ്മാവ? വിശ്വാസമായല്ലോ? നീ എല്ലാറ്റിനെയും അങ്ങ് കഴിവേറ്റിട്ട് അടങ്ങുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വേണ്ട. നിനക്ക് നല്ലത് ചത്തുപോയ നിന്റെ തന്തയുടെ വഴി തന്നെയാ. എന്നതാ? ചത്തുപോയ തന്തയോ? ഇപ്പൊ കൊടുക്കാവേ. ഒരു ഹലോ പറഞ്ഞാ. അല്ല, ചത്തു പോവാതിരിക്കാൻ തന്തയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൊച്ചു ഞങ്ങൾ എത്തിക്കോളാവേ എന്ന് പറയായിരുന്നു. തങ്കച്ച, മതി. പേരപ്പനും അപ്പാപ്പനൊക്കെ ഇനിയും കൊച്ചുകുഞ്ഞിനെ വെച്ച് ഞങ്ങളെ കൊണ്ട് വേഷം കെട്ടിക്കാനാണെങ്കിൽ ഒസ്യത്തെ പ്രകാരം വല്യപ്പൻ എഴുതി വെച്ചത് അങ്ങ് കീറി കളഞ്ഞേക്ക്. ബാക്കി എന്നാ വേണമെന്ന് ഈ അലക്സിനറിയാം. എന്നതാ അമ്മച്ചി? ഞാൻ വരുവാന്നേ. വല്യമ്മാവൻ 70 വയസ്സ് തികഞ്ഞില്ലേ? തമാശ കളഞ്ഞേ. 2 ദിവസമായി വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ മനസ്സിനൊരാതി. നീ ഇങ്ങോട്ട് വാടാ, അല്ലെങ്കിൽ
എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല. ഇവിടാണെങ്കി എല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരില് അമ്മച്ചി വെച്ചേക്ക്, ഞാൻ ദാ എത്തി. ഞാൻ തറവാട്ടിലേക്കുള്ള ഈ ഗിയർ ഒന്ന് മാറ്റിക്കോട്ടെ.